ബോസ്. ഇനി സിജോ ആണ് ക്യാപ്റ്റൻ ബിഗ് ബോസ്. അവൻ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യും ബിഗ് ബോസ്. നോക്കിക്കോ ബിഗ് ബോസ്, പണി പാളും ബിഗ് ബോസ്. പുലർച്ചെ കണ്ട സ്വപ്നമൊക്കെ അതേപോലെ ഭരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ കൂടെ പറഞ്ഞ് അതേപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ റോക്കി നിനക്കാണ് ഈ ഭാഗ്യമുള്ളൂ. എന്തായിരുന്നാലും നമുക്ക് കാണാം ഈ മലവെള്ളപ്പാച്ചിലിൽ ആര് വീഴും ആര് വാഴുമെന്നുള്ളത്. വീണ് ശരിക്കും പറഞ്ഞ ആള് തന്നെ വീണ്. ഇയാൾ ഇത്രക്ക് കിടിലായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. രാവിലെ അർജുനും റോക്കിയും ഇങ്ങനെ പറയുന്നുണ്ട് പഴയ ഫുഡാണ്, രാവിലത്തെ ഫുഡ് പഴയ ഫുഡാണ്. പക്ഷെ അവരത് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്കും ആ സീന് വന്നു കഴിഞ്ഞാൽ അപ്പം എന്താ, ഫുഡ് കിട്ടിയിട്ട് റോക്കി ഭയങ്കര കച്ചറ. എന്തിനും ഏതിനും ആദ്യ ചാടി കയറുക നമ്മളെ റോക്കി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ റോക്കി കച്ചറ ഉണ്ടാക്കി. അപ്സരയും റോക്കി ഭയങ്കര കച്ചറ. അതിൻ്റെ ഇടയിൽ മറ്റോ ഭർത്താവിന് പറയുന്നത്, ഫാമിലിക്ക് പറയുന്നത്, റാസ്കലിനെ വിളിക്കുന്നത്, എന്തൊക്കെയോ പറയുന്നത്. ശരിയാണല്ലോ, ഓളെ മുഖത്ത് തന്നെയല്ലേ നോക്കണ്, വേറെ എവിടെയാ നോക്കണേ? ആ മുഖത്ത് തന്നെയാണല്ലോ. ഈ സീനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആരാ വന്ന്? പവർ ടീം. ഇപ്പോഴത്തെ പവർ ടീം രശ്മിനും പിന്നെ മറ്റേ ജിൻഡോയും പോരാട്ടോ. വളരെ മോശം കോമഡിയാണ്. വെറും പറഞ്ഞ് അതായാലും വലിയ സീന്. ശ്രീജോ പറയുമ്പോ ഒരു ക്യാപ്റ്റനാ, എന്നിട്ട് ഓൻ വന്നിട്ട് ഫുള്ള് തല്ലോട് തല്ല്. ആരോട്? ഓനാണ് പിടിച്ച് മാറ്റേണ്ട ആള്. ആ പിടിച്ച് മാറ്റേണ്ട ആളാണ് ഇവനായിട്ട് തല്ലുകൂടുന്നത്. എന്തേത്തും ക്യാപ്റ്റനാവേ? ഓൻ ക്യാപ്റ്റൻ പോരട്ടോ, തീരെ പോരാ. ഇങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ എന്റെ ടെറിവിൽ പോരാ. പിന്നെ ഫുള്ള് ഇവരെ കിസ്സിങ് സീനായിരുന്നു. പിന്നെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും റോക്കിനെ ചെറിയ ചെക്കൻ, ചെള്ളു ചെക്കൻ, കുഞ്ഞുമോൻ, ബേബി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ റോക്കിക്ക് ഭയങ്കര സീനാവും. ബിക്കോസ് റോക്കി മാസാണ്. അടാ ചെക്ക ശരിക്കും അടിച്ചടാ. അത് കഴിഞ്ഞിട്ട് ജബ്രിക്കൊക്കെ ടെൻഷൻ. പഠിച്ചോനെ, ഇവനോട് ഇനിയോ ഞാൻ പറഞ്ഞ അടിക്കടാന്ന്. ആ ജബ്രിക്ക് കിട്ടണ്ടേനു. ജസ്റ്റ് മിസ്. കിട്ടേണ്ട ആള് മാറിപ്പോയടാ. ബിഗ് ബോസ് അവിടുന്ന് വിളിച്ചിട്ട് വരാം. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് റോക്കിനെയല്ല, അസീനെയാണ്. ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് 2 ക്യാരക്ടർ ഉണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഇത് റോക്കി അല്ല. ആ കിടന്നു പോകുന്ന ഇവനാണ് അസി, മോങ്ങാത്തവൻ റോക്കി. റോക്കിയോട് ദേഷ്യമോ പരാതിയോ ഒന്നുമില്ല. ഞാനാണ് നല്ല സുഹൃത്തായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് ആരും ഒരു കാര്യമില്ല. കാരണം എന്തായാലും ബിഗ് ബോസ് പുറത്താക്കും. കണ്ണും കെട്ടി പോണ പോക്ക് കണ്ട. റോക്കി പുറത്തായെന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ടൈമിൽ 2 ആളും ഒരു ഹെഡ് കാത്തില്. മുടിയനെ പിന്നെ നമുക്കറിയാം, അവനൊരു റിയലാണ്. മറ്റോൾ എന്തിനാ എനിക്കറിയില്ല. അയ്യോ, അത് കഴിഞ്ഞു കരച്ചല്ലോ. എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കരയണത്? റോക്കി പോലും വിചാരിച്ചില്ല. റോക്കി വിചാരിച്ചില്ലേ എടേ ഇവളെന്തിനാടാ കരയണ്? എടാ ഇവള് മുടിയൻ. പിന്നെ കാര്യമുണ്ട്, മുടിയനെ റോക്കി കട്ടയാന്ന് നമുക്ക് കുറെ സീനിൽ മനസ്സിലാവും. ഓന്റെ അടുത്ത് നിന്ന് വോട്ട് കിട്ടാനുള്ള പരിപാടിയാ, വേറെ ഒന്നല്ല. ഇവളെ കട്ടയാന്ന് പറഞ്ഞിട്ട് ഓന്റെ ഫാൻസ് ഇവളെ വോട്ട് ചെയ്യല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പട്ടിഷോ. ഓളാണ് ഉള്ളിക്കൂടെ കളിക്കുന്ന ടീമാണ്. പിന്നെയാണ് നോമിനേഷൻ. ആർക്കും ഒരു പ്രതീക്ഷ തെറ്റാതെ ഗബ്രിക്ക് 10 വോട്ട്, ജാസ്മിന് 7 വോട്ട്, പിന്നെ നോറയ്ക്ക് 2 വോട്ടുണ്ട്, ജാനിന് 3 വോട്ടുണ്ട്, ശ്രീരേഖയ്ക്ക് 2 വോട്ട്, യമുനയ്ക്ക് 3 വോട്ട്, അൻഷുബയ്ക്ക് 2 വോട്ട്, ശ്രീധുവിന് 1 വോട്ട്. ശ്രീധുവിനെ വോട്ട് ചെയ്തോ? എന്നാലും ശ്രീധുവിനെ വോട്ട് ചെയ്ത് മോശമായിപ്പോയി. അപ്പോൾ ഇവരൊക്കെയാണ് നോമിനേഷനിലുള്ളത്. സോ നിങ്ങൾ ആരേക്കും വോട്ട് ചെയ്യുക? നിങ്ങൾക്ക് ആരേക്കും ഇഷ്ടപ്പെടുക? ഇന്ന് ഈ എപ്പിസോഡ് റോക്കിൻ്റെ ഇഷ്യൂവിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.